ഹായ് ഹലോ, നമുക്ക് പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഒരു ഹാഫ് ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഇത് വാനിലയാണ് ഫ്ലേവർ. ഞാൻ 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് 6 ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് നമ്മൾ ഹാഫ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഹാഫ് kg ബാറ്റർ ഒഴിക്കുമ്പോൾ നമുക്ക് 2 ലെയറാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ മൊത്തം ടോട്ടൽ ഇത് 4 ലെയറാണ് കേട്ടോ കേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹാഫ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇത്ര ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബേബിയുടെ ഫോട്ടോയും ബട്ടർഫ്ലൈസും പിന്നെ മോളുടെ നെയിമും നമ്മൾ ഫോണ്ടനിൽ എഴുതി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ബേബീൻ്റെ ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്ത കേക്കാണ്. അപ്പോൾ നമ്മളിതങ്ങനെ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനിപ്പോൾ ഡെലിവറിയാണ് കേട്ടോ നമുക്ക് ടെൻഷൻ ഉള്ളത്. കാരണം ഇതൊരു സൈഡിലേക്ക് മാത്രമേ ഉള്ളല്ലോ. നമുക്ക് നോർമൽ കേക്കിൻ്റെ പോലെ സെൻറ്ററിൽ ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി പോകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഞ്ഞി കേക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നോർമലി നമുക്ക് ഹാഫ് ബർത്ത്ഡേയുടെ കേക്ക് എപ്പോഴും പെട്ടെന്ന് കയ്യിൽ നിന്ന് തെന്നിപ്പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. നമ്മളിത് അവരോട് വന്നിട്ട് കൊണ്ടുപോയി ചെയ്തത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. 6 ഇഞ്ചിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. 5 ലെയേഴ്സാണ് കേട്ടോ. ഇത് നമ്മൾ കസിന് വേണ്ടി ചെയ്ത കേക്കായിരുന്നു. സെയിം ഡിസൈന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ അവരും ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്കിൽ നമ്മൾ ബ്ലൂ കളർ സെയിം അതേ ഡിസൈൻ ആയതുകൊണ്ട് നമുക്കിനി ചേഞ്ചസ് ഒന്നുമില്ല. ബേബീൻ്റെ ഡ്രസ്സ് ബ്ലൂ വൈറ്റ് തീമിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓൾറെഡി നമ്മളെ കയ്യിൽ ഈ ഒരു ബട്ടർഫ്ലൈ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ ഈസി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് എന്താ പറയുക, വെയിറ്റ് അത്യാവശ്യം കൂടുതലുണ്ട്. എന്നാലും നമ്മൾ റിലേറ്റീവ്സിനൊക്കെ ആകുമ്പോൾ കറക്റ്റ് നമ്മൾ വെയിറ്റ് കറക്റ്റ് ആക്കാറൊന്നുമില്ല. നമ്മൾ ചെയ്ത വർക്ക് പിന്നെയും അത് തന്നെ ചെയ്യാൻ പറയുമ്പോൾ സത്യത്തിലൊരു മടിയാണ് കേട്ടോ നമ്മൾ ചെയ്ത വർക്ക് ചെയ്യുമ്പോൾ. പക്ഷേ എന്നാലും ഒരു സന്തോഷമാണ്, അവർക്കൊക്കെ അത് ഇഷ്ടമാവുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് റീച്ചായൊരു ഫോട്ടോ ആണ് കേട്ടോ. ഒരുപാട് പേര് സേവ് ചെയ്തതും ഒരുപാട് പേര് ലൈക്ക് ചെയ്തൊക്കെ ഒരു ഫോട്ടോ ആയിരുന്നു ഈ ഒരു കേക്കിൻ്റെ പിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയൊരു കേക്കാണ് കേട്ടോ ഇത്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന പാക്ക് ഞാൻ അങ്ങനെ ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ബോട്ടിലാക്കിയിട്ടില്ല കേട്ടോ. ഈ പാക്ക് അങ്ങനെ ഞാൻ ബോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഈ പാക്ക് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുമ്പോൾ കേക്കിൽ ഇടാൻ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. മറ്റേത് നമ്മൾ കയ്യിലും അല്ലെങ്കിൽ സ്പൂണിലൊക്കെ ആക്കുമ്പോൾ നമ്മൾ വിചാരിച്ച സ്പേസിലാവില്ല, അത് തെറിച്ച് പോവും. അപ്പോൾ ഇത് ഒന്നുകൂടെ ഈസി ആയതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ 1 എന്നുള്ള ടോപ്പറാണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷെ അത് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിലാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. സത്യത്തിൽ ഈ 3 കേക്കും ചെയ്ത് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ ഈ ചെയ്യുന്ന ടൈം 3 മണിയാണ് കേട്ടോ. പുലർച്ചെ 3 മണിക്കാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വർക്കും കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ അല്ല ഉണരുന്നുണ്ട്. അപ്പോൾ അവനെ ഉറക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ആൾക്ക് എന്താ പറയുക, അന്ന് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടും കരച്ചിലൊക്കെ ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കിന് എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് ഞാൻ മെഷർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അങ്ങോട്ട് പോയി നമ്മളൊരു ഏകദേശം ഒരു അളവെടുത്ത് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗനാഷ് അത്യാവശ്യം ലൂസായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ കേക്കിൽ നിന്ന്. പിന്നെ അതങ്ങനെ ഒഴുകിപ്പോയി. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ അത്രയും ലേറ്റ് ആയതുകൊണ്ടും അത്രയും ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ഒരു മടി കാരണമായിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് സനുബേട്ടനാണ് കേട്ടോ. അവരെ വീട്ടിൽ അവരെ ആനിവേഴ്സറിക്ക് വൈഫിന് വേണ്ടി സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്ങിൽ ചെയ്ത കേക്കായിരുന്നു. ചോക്ലേറ്റ് ഗനാഷ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുകളിലായിട്ട് ഇതിലേത് കളർ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. നമ്മളടുത്ത് കറക്റ്റ് മോഡലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേതെങ്കിലും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി റെഡാണ് ഒന്നുകൂടെ ഭംഗി എന്നുള്ളതുകൊണ്ട് ഞാൻ റെഡ് ടോപ്പറാണ് വെച്ചിട്ടുള്ളത്. ഇത് ഫോണ്ടൻ്റ് അല്ല കേട്ടോ,
നമുക്കിപ്പോൾ ഫോക്സ് ബോൾസിൻ്റെ പോലെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് എഡിബിളല്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.